എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എന്നിൽ നിന്ന് അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 20-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 27 വചനങ്ങളാണുള്ളത്. പ്രധാന വിഷയങ്ങൾ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. മോലേക്കിന് കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കരുത്. 2 വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പോകുന്നതിനെ ദൈവം വിലക്കുന്നു. 3 അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവരെക്കുറിച്ചും ലൈംഗിക പാപത്തെക്കുറിച്ചുമാണ് ദൈവം പറയുന്നത്. 4 ജനങ്ങൾ വിശുദ്ധരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് ദൈവം പറയുന്നു. 5 വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തെ അവമതിക്കുന്ന പ്രവൃത്തികളാണവ. അവസാനമായി നമ്മൾ കാണുന്നത് ഇത് ക്രിസ്തുവും ക്രിസ്തീയ വിശ്വാസവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിൽ ഒന്നിനെ മോലേക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. അവൻ തൻ്റെ സന്തതിയെ മോലേക്കിന് കൊടുത്തതിനാൽ എൻ്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കുകയും എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ജനം അവനെ കൊല്ലാതെ കണ്ണടച്ചു കളഞ്ഞാൽ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലേക്കിനോട് പരസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ആകയാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്തുകൊണ്ടാണ് ദൈവം മോലേക്ക് ആരാധന വിലക്കിയത്? അന്ന് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒന്നായിരുന്നു മോലേക്ക് ആരാധനയും ബലിയും. മോലേക്ക് ആരാധന ക്രൂരവും മനുഷ്യബലിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ തന്നെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജൂത ചരിത്രകാരനായ ജോസഫോസ് മോലേക്ക് ആരാധന ഒരു മനുഷ്യബലി ആചാരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പുൾട്ടാർക്ക് ഓൺ സൂപ്പർസ്റ്റിഷൻ അല്ലെങ്കിൽ മൊറേലിയ കളക്ഷൻ എന്ന കൃതിയിൽ അധ്യായം 13 അന്ന് നടന്നിരുന്ന ശിശുബലിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ പുസ്തകം 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ എഴുതപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ഡിയോഡോറസ് സിക്കുലിസ് തൻ്റെ കൃതിയായ ബിബ്ലിയോതെക്ക ഹിസ്റ്റോറിക്ക അല്ലെങ്കിൽ ലൈബ്രറി ഓഫ് ഹിസ്റ്ററി അതിൽ പറയുന്നത്, ബലിയർപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന വാദ്യമേളങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ജെറമ്യാ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കാൻ തക്കവണ്ണം അവർ അതിൽ മ്ലേച്ഛ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് മോലേക്കിന് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻ ഹിന്നോം താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികളെ പണിതു. ഈ മ്ലേച്ഛതകളെ പ്രവർത്തിച്ച് യഹൂദയെ കൊണ്ട് പാപം ചെയ്യിപ്പാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ അത് തോന്നിയിട്ടുമില്ല. ജെറമ്യ 32:34 മുതൽ 35 വരെയാണ് ഞാൻ വിളിച്ചത്. മന്ത്രവാദത്തെ ദൈവം വിളിക്കുന്നത് ആത്മീയ പരസംഗം, സ്പിരിച്വൽ അഡൾട്ടറി എന്നാണ്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെയെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. ആവർത്തന പുസ്തകം 18:11 മുതൽ 13 വരെയാണ് ഞാൻ വായിച്ചത്. 8 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്, എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയെയും ശപിച്ചു, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ, മരുമകളോടുകൂടെ ശയിക്കുന്നവൻ, സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിക്കുന്നവൻ, അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ദുഷ്കർമ്മം. അവനെയും അവരെയും തീയിലിട്ട് ചുട്ടുകളയണം. ഒരു പുരുഷൻ മൃഗത്തോടുകൂടെ ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, മൃഗത്തെയും കൊന്നുകളയണം. ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് ശയിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരു പുരുഷൻ തൻ്റെ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ തൻ്റെ സഹോദരിയെ പരിഗ്രഹിച്ച് അവളുടെ നഗ്നത കാണുകയും അവൾ അവൻ്റെ നഗ്നത കാണുകയും ചെയ്താൽ അത് ലജ്ജാകരം.
അവരെ അവരുടെ ജനത്തിന് മുമ്പിൽ വെച്ച് തന്നെ സംഹരിച്ചു കളയണം. അവൻ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവൻ തൻ്റെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഋതുവായ സ്ത്രീയോടുകൂടെ ശയിച്ച് അവളുടെ നഗ്നത അനാവൃതമാക്കിയാൽ അവൻ അവളുടെ സ്രവം അനാവൃതമാക്കി, അവളും തൻ്റെ രക്തസ്രവം അനാവൃതമാക്കി ഇരുവരെയും അവരുടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. നിന്റെ അമ്മയുടെ സഹോദരിയോ അപ്പൻ്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. ഒരു പുരുഷൻ ഇളയപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ചാൽ അവൻ ഇളയപ്പൻ്റെ നഗ്നത അനാവൃതമാക്കി. അവർ തങ്ങളുടെ പാപം വഹിക്കും. അവർ സന്തതിയില്ലാത്തവരായി മരിക്കണം. ഒരുത്തൻ സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചാൽ അത് മാലിന്യം. അവൻ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കി. അവർ സന്തതിയില്ലാത്തവർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ, ദൈവം കൽപ്പനകൾ മാറ്റുന്നു? സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചു പോയാൽ മരിച്ചവൻ്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തനാകരുത്. ഭർത്താവിൻ്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണമെന്ന് ആവർത്തന പുസ്തകം 25:5 പറയുന്നല്ലോ. ശ്രദ്ധിക്കുക, സഹോദരൻ മക്കളില്ലാതെ മരിച്ചു പോയാൽ എന്നാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം പലതുണ്ട്. അതിൽ ചിലത് നോക്കാം. കുടുംബ പരമ്പര, കുടുംബപ്പേര് സംരക്ഷിക്കുക എന്നതാണ് അതിന് കാരണം. അനന്തരാവകാശവും സാമൂഹിക ബന്ധങ്ങളും നിലനിർത്തുക തുടങ്ങിയവയാണ്. എന്നാൽ ഈ അധ്യായം മരിച്ചുപോയ സഹോദരൻ്റെ ഭാര്യയെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയുക. ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ചാചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെയൊക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. എന്തുകൊണ്ടാണ് ദൈവം കനാൻ ദേശത്തെ നശിപ്പിച്ചതും അവരെ നീക്കിക്കളഞ്ഞതുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം കനാൻ ദേശത്ത് സംഭവിച്ചിരുന്നു എന്നതാണ് സത്യം. 24 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവം പാലും തേനും ഒഴുകുന്ന ദേശം, ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വെക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെക്കൊണ്ടും പക്ഷിയെക്കൊണ്ടും നിലത്തിടയുന്ന യാതൊരു ജന്തുവിനെക്കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. ശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് പരിശോധിക്കാം. ദൈവം പറയുന്നത് ഇസ്രായേൽ ജനം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അവർ ദൈവത്തിൻ്റെ ജനമാണ്. ജനങ്ങൾ എന്തും ഭക്ഷിക്കരുത്. ഇവരുടെ ഭക്ഷണ നിയമങ്ങൾ പോലും മറ്റ് ജാതികളിൽ നിന്നുള്ള വേർതിരിവിൻ്റെ അടയാളമായിരുന്നു. ദൈവജനത്തിൻ്റെ വിശുദ്ധ ജീവിതം, അവരുടെ പ്രത്യേകത മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജാതികളുടെ വിഗ്രഹാരാധന, അനാചാരം, ആചാരങ്ങൾ എന്നിവയിൽ നിന്ന് വേർതിരിക്കാൻ ദൈവം ഈ നിയമങ്ങൾ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നു. 26 മുതൽ 27 വചനങ്ങൾ, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാക്കൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. മന്ത്രവാദങ്ങളും വെളിച്ചപ്പാടന്മാരും ദൈവത്തിൻ്റെ നിയമം ലംഘിക്കുന്നവരാണ്. കാരണം അവർ ദുഷ്ടാത്മ ശക്തികളുമായി ബന്ധപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വിഗ്രഹാരാധനയുടെ ഭാഗമാണ്. ദൈവം ഇതിനെ ദൈവത്തോടുള്ള ആത്മീയ പരസംഗമായി കണക്കാക്കുന്നു. ഇവർ ജനത്തെ വഴിപിഴപ്പിക്കുന്നു. ഇവർ സമൂഹത്തിൽ ചെയ്യുന്നത് ഭാവി പറയുക, മരിച്ചവരോട് സംസാരിക്കുന്നു എന്ന് നടിക്കുക, അശുദ്ധാത്മാക്കളെ വിളിച്ചു വരുത്തുക, ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നിവയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ദൈവം പറയുന്നത്. അവർ തന്നെയാണ് അവരുടെ ശിക്ഷയ്ക്ക് ഉത്തരവാദികൾ. ദൈവിക നിയമ ലംഘനത്തിൻ്റെ ഫലമായി അവർക്കുള്ള ശിക്ഷ വരുന്നു. ലേവ്യ പുസ്തകം 20-ാം അധ്യായം പുതിയ നിയമം തള്ളിക്കളയുന്നില്ല. വിശുദ്ധിയാണ് വിഷയം. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. റോമർ 7:12. തുടർന്ന് പറഞ്ഞു, ആകയാൽ നിങ്ങൾ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനം 1 മുതൽ 13 മുതൽ 16 വരെയാണ് ഞാൻ വായിച്ചത്. വിഗ്രഹാരാധന പുതിയ നിയമവും വിലക്കുന്നു. ദുർനടപ്പുകൾ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല.
1 കൊരിന്ത്യർ 6:9-10 വരെയാണ് ഞാൻ വായിച്ചത്. ഈ അധ്യായത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള പാവങ്ങൾ കർശനമായ ശിക്ഷകൾ പറയുന്നു. ഇതിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് ദൈവം കാണിക്കുന്നു. ദൈവം പൂർണ്ണ വിശുദ്ധൻ. പാപം ദൈവത്തിൻ്റെ മുന്നിൽ വളരെ ഗുരുതരമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. വിശുദ്ധ മത്തായി 5:48 ഞാൻ വായിച്ചത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. റോമർ 6:23. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.